ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇന്ന് ഇവിടെ ഡൽഹിയിൽ വന്ന് ബഹുമാന്യനായ ശ്രീ നിതിൻ ഗഡ്കരി, കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയുമായി കേരളത്തിന്റെ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ വിശദമായി ചർച്ച ചെയ്തു. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ നിങ്ങളെ കണ്ടുകൊണ്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. പ്രധാനമായും NH-66 പ്രവൃത്തികളുടെ ഒരു റിവ്യൂ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുകയുണ്ടായി. ഇന്നലെ 3 മണിക്കൂറോളം നേരമാണ് തിരുവനന്തപുരത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ട് NH-66 റിവ്യൂ നടത്തിയിട്ടുള്ളത്. ആ റിവ്യൂവിൽ വന്നിട്ടുള്ള പ്രോഗ്രസും അതുപോലെ തന്നെ പുരോഗതി പോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും ഇന്ന് ബഹുമാന്യനായ ശ്രീ നിതിൻ ഗഡ്കരിയുമായി ചർച്ച ചെയ്തിരുന്നു. പൊതുവെ 2025 ഡിസംബറോടുകൂടി കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ 45 മീറ്റർ വീതിയിൽ 6 വരി NH-66 യാഥാർത്ഥ്യമാക്കാനാകും എന്നുള്ളതാണ് കണക്കാക്കുന്നത്. ഈ പദ്ധതി ഒരു സമയത്ത് ഉപേക്ഷിക്കപ്പെട്ടതായിരുന്നു, നിങ്ങൾക്കറിയാം. പിന്നീട് 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പ്രധാനമന്ത്രിയുമായും ശ്രീ നിതിൻ ഗഡ്കരിയുമായും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ചർച്ച ചെയ്യുകയും ആ ചർച്ചയിൽ ഭൂമി ഏറ്റെടുക്കലാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഭൂമി ഏറ്റെടുക്കൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ സ്വാഭാവികമായും അതിന് പണം നൽകേണ്ടതാണ്. പണം നൽകാൻ തയ്യാറായില്ല. പിന്നീട് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുക്കലിന് പണം കണ്ടെത്തി. ദേശീയപാത വികസനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന സർക്കാർ പണം കണ്ടെത്തുന്നത്. 5580 കോടി രൂപ അതിനുവേണ്ടി ചെലവഴിച്ചു. പിന്നെ അതിന്റെ പ്രവൃത്തി പുരോഗതി ഈ ഗവൺമെന്റ് 2021 മെയ് 20 അധികാരത്തിൽ വന്നതിന് ശേഷം എല്ലാ ആഴ്ചയിലും ഞങ്ങൾ പരിശോധിച്ചിരുന്നു. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി ചേർന്നുകൊണ്ട് ഞങ്ങളൊരു ടീമായി സൈറ്റുകളിൽ പോയി. ഓരോ ജില്ലയിൽ നിന്നും മറ്റൊരു ജില്ലയിലേക്ക് യാത്ര ചെയ്ത് സൈറ്റുകളിൽ പോയി സൈറ്റുകളിലെ പ്രശ്നം, അവിടുത്തെ ജനപ്രതിനിധികൾ പറയുന്നത്, ജനങ്ങൾ പറയുന്നതൊക്കെ കേട്ടുകൊണ്ട് അല്ലാതെയും റിവ്യൂ ചെയ്തു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഇതിന്റെ റിവ്യൂ യോഗങ്ങൾ ഇന്നലെ നടത്തിയതുപോലെ തന്നെ ഇടയ്ക്കിടെ നടത്തുന്ന സ്ഥിതിയുമുണ്ടായി. അതിന്റെ ഭാഗമായി ഇപ്പോ പൊതുവെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ചെങ്ങളിൽ നിന്നും നീലേശ്വരത്തിലേക്കുള്ള പ്രവൃത്തിയുടെ പുരോഗതി 58% കഴിഞ്ഞിരിക്കുകയാണ്. നീലേശ്വരം മുതൽ തളിപ്പറമ്പ് വരെയുള്ളതിന്റെ പ്രവൃത്തി 50% പൂർത്തീകരിച്ചിരിക്കുകയാണ്. തളിപ്പറമ്പ് മുതൽ മുഴപ്പിലങ്ങാട് വരെയുള്ളതിന്റെ പ്രവൃത്തി 58% പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഓരോ സ്ട്രെച്ചിന്റെയാണ് ഞാൻ പറയുന്നത്. അഴിയൂർ മുതൽ വെങ്ങളം വരെയുള്ളതിന്റെ പ്രവൃത്തി 45% പൂർത്തീകരിച്ചിട്ടുള്ളത്. കോഴിക്കോട് ബൈപ്പാസ്, അതായത് വെങ്ങളം മുതൽ രാമനാട്ടുകര വരെ 76% പൂർത്തീകരിക്കപ്പെട്ടു. മലപ്പുറം ജില്ലയിൽ ഇതിന് വലിയ നിലയിലേക്കുള്ള പുരോഗതി ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് ജില്ലകളിലും. ഇപ്പോ നമ്മൾ എടുത്തു പരിശോധിച്ചു കഴിഞ്ഞാൽ തുറവൂർ മുതൽ പറവൂർ വരെ ആണ് ഇപ്പോ 27% പൂർത്തീകരിച്ചത്. കൊല്ലം ബൈപ്പാസും അതുപോലെ തന്നെ ഇതിന്റെ ഭാഗമായി തലപ്പാടി മുതൽ ചങ്ങള വരെ ഞാൻ ഒരു ഡിലേ ഇതിന്റെ ഇത് വെച്ചിട്ടാണ് 74% പൂർത്തീകരിച്ചു. രാമനാട്ടുകര മുതൽ മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി വരെ 80% പ്രവൃത്തി പൂർത്തീകരിക്കപ്പെട്ടു. വളാഞ്ചേരി ബൈപ്പാസ് മുതൽ കാപ്പിരിക്കാട് വരെ 82% പൂർത്തീകരിക്കപ്പെട്ടു. കാപ്പിരിക്കാട് മുതൽ തളിക്കുളം വരെ 49% പൂർത്തീകരിക്കപ്പെട്ടു. തളിക്കുളം മുതൽ കൊടുങ്ങല്ലൂർ വരെ 43% പൂർത്തീകരിക്കപ്പെട്ടു. പറവൂർ മുതൽ കോട്ടുകുളങ്ങര വരെ 44%, കൊല്ലം ബൈപ്പാസ് കടമ്പാട്ടുകോണം വരെ 50%, കടമ്പാട്ടുകോണം മുതൽ കഴക്കൂട്ടം വരെ 36%. ഇങ്ങനെയാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. ഏറെക്കുറെ നമുക്ക് 2025 മെയ് മാസമാകുമ്പോഴേക്കും പൂർത്തീകരിക്കാനാവും. ബാക്കിയുള്ളത് 2025 ഡിസംബറോടുകൂടി പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാനാകും. എന്തായാലും മുടങ്ങിപ്പോയൊരു പദ്ധതി
യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളതാണ് പൊതുവെ ഇന്നത്തെ മീറ്റിംഗോടുകൂടി പൊതുവെ കണക്കാക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യം. ഇതിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയും കേരള സർക്കാരും യോജിച്ചു നിന്ന് നടത്തിയ ഒരു എഫേർട്ടാണ് ഇതിന്റെ വലിയ വിജയത്തിന്റെ കാരണം എന്നുള്ളത് പൊതുവെ യോഗത്തിൽ ചൂണ്ടിക്കാട്ടുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ മീറ്റിംഗിൽ വളരെ പ്രധാനപ്പെട്ട ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള ഒരു കാഴ്ചപ്പാടാണ് സംസ്ഥാന സർക്കാർ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് മുമ്പാകെ അവതരിപ്പിച്ചിട്ടുള്ളത്, മുഖ്യമന്ത്രി അവതരിപ്പിച്ചിട്ടുള്ളത്. അതായത് ഇന്ത്യയിൽ ഏറ്റവും അധികം ഗതാഗത കുരുക്കുള്ള സംസ്ഥാനം കേരളമാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. ജനസാന്ദ്രത കൂടുതൽ ഇന്ത്യയിൽ കേരളത്തിലാണ്. ദേശീയ ശരാശരിയുടെ 3 ഇരട്ടിയാണ് സംസ്ഥാനത്തെ ജനസാന്ദ്രതയുടെ ശരാശരി. അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾ നാട്ടിൽ നിന്നൊക്കെ വന്നവരാണ്. ഇവിടെ ഇതിന്റെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ളതുപോലെ വീതിയുള്ള റോഡ് നമ്മുടെ നാട്ടിൽ അത്ര എളുപ്പത്തിൽ പറ്റില്ല. കാരണം റോഡ് വീതി കൂട്ടാനോ പുതിയ റോഡ് ഉണ്ടാക്കാനോ ഭൂമി അവിടെ കിട്ടാനില്ല. എല്ലായിടത്തും വീടുകളാണ്, കെട്ടിടങ്ങളാണ്. അത് പൊളിച്ചു മാറ്റൽ എളുപ്പമല്ല. ഇനി അത് പൊളിച്ചാൽ തന്നെ അവരെ വേറെ സ്ഥലത്ത് താമസിപ്പിക്കാനുള്ള സ്ഥലം കണ്ടെത്തണം. ഇപ്പൊ വലിയ തുക ഭൂമി ഏറ്റെടുക്കൽ നൽകേണ്ട സ്ഥിതിയുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ട്. പക്ഷെ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കണമെന്നുള്ളത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഭാവിയിൽ കേരളം കടുത്ത ഗതാഗത കുരുക്കിന് വിധേയമാകേണ്ട സ്ഥിതി വരും. ജനങ്ങൾ ഗതാഗത കുരുക്ക് അനുഭവിച്ച് വീർപ്പുമുട്ടുന്ന സ്ഥിതിയിലേക്ക് കേരളം പോകുന്നൊരവസ്ഥ വരും. അപ്പോൾ ഒരു 20 കൊല്ലം അപ്പുറത്തേക്ക് കണ്ടുകൊണ്ട് ഒരു 2044 വരെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന കുറേയേറെ പദ്ധതികൾ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് മുമ്പാകെ സമർപ്പിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇതിലെ പൊതുവെ വളരെ പോസിറ്റീവായ സമീപനമാണ് കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി സ്വീകരിച്ചിട്ടുള്ളത്. അദ്ദേഹം പൊതുവെ ഇത്തരം വിഷയങ്ങളിൽ വളരെ പോസിറ്റീവായ സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളത് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. നല്ല നിലയിൽ ഈ വിഷയങ്ങൾ പരിഹരിക്കാനും ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനെ അദ്ദേഹം അതേ അർത്ഥത്തിൽ അതേ സ്പിരിറ്റിൽ കാണുകയും അതിനെ പിന്തുണക്കുന്ന ഒരു നിലയും പൊതുവെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടും ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടും സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച ചില കാര്യങ്ങളുണ്ട്. അതിന് കേന്ദ്ര സർക്കാരും മുന്നോട്ട് വെച്ച ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ സംസ്ഥാനത്തെ മന്ത്രിസഭ കൂടി ചർച്ച ചെയ്ത ചില കാര്യങ്ങൾ അതിൽ ഭാവിയിൽ തീരുമാനം കൈക്കൊള്ളേണ്ടതുണ്ട്. അതും ഇനി സംസ്ഥാനത്ത് ക്യാബിനറ്റ് ചർച്ച ചെയ്ത ചില കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചു മുന്നോട്ട് പോകും. പാലക്കാട് മുതൽ കോഴിക്കോട് വരെയുള്ള ഗ്രീൻഫീൽഡ് ഹൈവേ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലൂടെ ഗ്രീൻഫീൽഡ് ഹൈവേ NH 966 നാഷണൽ ഹൈവേ 966 ഈ ഗ്രീൻഫീൽഡ് ഹൈവേയുടെ പ്രവൃത്തി പൊതുവെ ഞങ്ങൾ പരിശോധിച്ചു. അതിന്റെ ഭൂമി ഏറ്റെടുക്കൽ വേഗത്തിലാണ്. അത് ഇനിയും വേഗത്തിലാക്കാനും അതിന്റെ പ്രവൃത്തികൾ വളരെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനുമുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ജനങ്ങളുമായി സംസാരിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതും സംസാരിച്ചു പോകാൻ നിശ്ചയിച്ചിട്ടുണ്ട്. അതും നല്ല നിലയിൽ സംസ്ഥാന സർക്കാർ സാധ്യമാകുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. വളരെ നേരത്തെ 8-9 വർഷം മുമ്പോ അല്ലെങ്കിൽ 7 വർഷം മുമ്പോ ഒക്കെ നൽകിയ പദ്ധതികൾ അത് മറ്റു പല കാരണത്താൽ കേന്ദ്ര സർക്കാരിന് സഹായിക്കാൻ പറ്റാത്ത സ്ഥിതി വന്നിട്ടുണ്ട്. ആ പദ്ധതികളെ കുറിച്ചും ചർച്ച ചെയ്തു. അങ്ങനെ ചർച്ച ചെയ്തപ്പോൾ പ്രധാനമായും 7 പദ്ധതികൾ, അത് 7 വർഷം മുമ്പാണ് അതിന്റെ DPR തയ്യാറാക്കിയത്. ഇന്ന് അതിന്റെ വാല്യൂലൊക്കെ മാറ്റം വന്നതുകൊണ്ട് അലൈൻമെന്റിൽ തന്നെ മാറ്റം വരുത്തി മുന്നോട്ട് വെക്കണമെന്നുള്ള നിർദ്ദേശം തത്വത്തിൽ അംഗീകരിച്ചു. 4 വരിയാക്കേണ്ടതാണ്. അതിലൊന്ന് കോഴിക്കോട് ജില്ലയിലെ മലാപ്പറമ്പ് മുതൽ കോഴിക്കോട് ജില്ലയിലെ പുതുപ്പാടി വരെ, അതായത് വയനാട്ടിലേക്ക് നിങ്ങളൊക്കെ സഞ്ചരിച്ചാണ്. കോഴിക്കോട്ട് നിന്ന് വയനാട്ടിലേക്ക്, വയനാട് ചുരത്തിന്റെ അടിയിലാണ് പുതുപ്പാടി. മലാപ്പറമ്പ് കോഴിക്കോട് സിറ്റിയിലാണ്. മലാപ്പറമ്പ് മുതൽ പുതുപ്പാടി വരെ NH 766 4 വരിയാക്കാൻ, 35 കിലോമീറ്റർ 4 വരിയാക്കാൻ ഉള്ള സംസ്ഥാന സർക്കാരിന്റെ പ്രപ്പോസൽ തത്വത്തിൽ അംഗീകരിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. അലൈൻമെന്റിലെ ചേഞ്ചും 7 വർഷം മുമ്പാണ് എന്നുള്ളതിന്റെ ചില പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനാണ് ഇപ്പൊ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെ പുതുപ്പാടി മുതൽ മുത്തങ്ങ വരെ, വയനാട്ടിലെ മുത്തങ്ങ വരെ NH 766 തന്നെ 77 കിലോമീറ്ററാണ്, 77.60. ഇതും പുതിയ അലൈൻമെന്റിലും മറ്റും മാറ്റം വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശം തത്വത്തിൽ അദ്ദേഹം അംഗീകരിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. കൊല്ലം ജില്ലയിൽ നിന്നും കൊല്ലം
അഞ്ഞിലിമൂട് NH 183, അത് 62.10 കിലോമീറ്ററാണ്. അതും നവീകരിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുതിയ അലൈൻമെന്റ് വെച്ചിട്ടുള്ള പ്രപ്പോസൽ അംഗീകരിക്കാമെന്നുള്ളതും അദ്ദേഹം ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. കോട്ടയം പൊൻകുന്നം NH 183, 30.30 കിലോമീറ്ററാണ്. കോട്ടയത്ത് നിന്നും പൊൻകുന്നം വരെയുള്ള റോഡിന്റെ നവീകരണത്തിനും തത്വത്തിൽ അംഗീകാരം നൽകുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. മുണ്ടക്കയം മുതൽ കുമിളി വരെ NH 183, 55.15 കിലോമീറ്ററാണ്. അതും ഈ ലിസ്റ്റിൽ പെടുത്താവുന്നതാണ്. ഭരണിക്കാവ് മുതൽ മുണ്ടക്കയം വരെ NH 183A, 116 കിലോമീറ്റർ, 116.80 കിലോമീറ്റർ. അതും ഈ പട്ടികയിൽ പെടുന്നതാണ്. അടിമാലി മുതൽ കുമിളി വരെ NH 185, 84 കിലോമീറ്റർ. ഇങ്ങനെ ടോട്ടൽ 460 കിലോമീറ്റർ, 7 പദ്ധതികൾ. അതിന്റെ അലൈൻമെന്റ് പുതുക്കി 7 കൊല്ലത്തിന്റെ പ്രശ്നങ്ങളുണ്ട്, അത് ചർച്ച ചെയ്ത് പരിഹരിച്ചിട്ടുണ്ട്. അലൈൻമെന്റ് പുതുക്കി ചെയ്യാവുന്ന കാര്യങ്ങൾക്ക് അംഗീകാരം നൽകാമെന്നുള്ളത് പൊതുവെ പറഞ്ഞിട്ടുണ്ട്. അത് വളരെ കേരളത്തിന്, നമ്മുടെ സംസ്ഥാനത്തിന് ഗുണകരമാകുന്ന ഒരു നില ഈ റോഡുകൾ നവീകരിക്കപ്പെടുന്നതോടുകൂടി വരും. ഇതെല്ലാ നിലയിലും വളരെ പോസിറ്റീവായി അദ്ദേഹം അംഗീകരിച്ചു. മറ്റ് കാര്യങ്ങളാണ് ഇനി ചർച്ച ചെയ്യേണ്ടത്. അത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. പിന്നെ വേറെ ചില റോഡുകളുടെ കാര്യങ്ങൾ റീകൺസിഡർ ചെയ്യുന്നത് ചർച്ച ചെയ്തിട്ടുണ്ട്. അത് ഒന്നുകൂടി ആലോചിച്ച് അതിൽ നിലപാട് സ്വീകരിച്ചു പോകാമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഒരു 17 റോഡുകൾ, ഇൻ പ്രിൻസിപ്പളായി 17 റോഡുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ ദീർഘവീക്ഷണത്തോടുകൂടി ഉള്ള ഒരു 17 റോഡുകൾ കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിനും ഏറെക്കുറെ അംഗീകാരം ലഭിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. അതെ, ഇതിന് പുറമെ ഇതിന്റെ കൂടെ അതിൽ നമ്മൾ പോർട്ട് കണക്ടിവിറ്റി റോഡുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എയർപോർട്ട് കണക്ടിവിറ്റി റോഡുകൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സ്ഥിതിയാണ് ഉള്ളത്. അതും പൊതുവെ അംഗീകരിക്കുന്ന ഒരു സ്ഥിതി വന്നിട്ടുണ്ട്. ഇത് ഒരു 10-20 കൊല്ലത്തേക്ക് കേരളത്തിന് സഹായകരമാകുന്ന പദ്ധതികളാണ്. മുഖ്യമന്ത്രി അത് മുന്നോട്ട് വെച്ചത് വളരെ പോസിറ്റീവായിട്ടാണ് ബഹുമാന്യനായ മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി സ്വീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പിന്നെ മറ്റ് ചില പദ്ധതികൾ, ഞാനത് വളരെ വിശദമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല, മുന്നോട്ട് വെക്കാൻ തയ്യാറായിട്ടുണ്ട്. പുനലൂർ ബൈപ്പാസ് NH 744 നമുക്കറിയാം, ശബരിമല തീർത്ഥാടകരൊക്കെ ഏറെ വരുന്ന, ഏകദേശം പുനലൂർ ടൌണിൽ 1 ലക്ഷത്തിലധികം വാഹനങ്ങൾ കടക്കുന്ന ടൌണാണ്. അപ്പൊ അതിനെ എങ്ങനെ നമുക്ക് പരിഹരിക്കാൻ പറ്റും? പ്രത്യേകിച്ച് മകരജ്യോതി ഘട്ടങ്ങളിലൊക്കെ ആയിട്ടുള്ള വലിയ തിരക്കാണ് പുനലൂർ, നിങ്ങൾക്കൊക്കെ അറിയാം. അതിന് ഞങ്ങളൊരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതും പോസിറ്റീവായ ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അത് ഭാവിയിൽ അത് പരിഹരിച്ചു പോകാനാകും. 2 എയർപോർട്ടുകളിലേക്കുള്ള കണക്ടിവിറ്റി റോഡ്, ആ കണക്ടിവിറ്റി റോഡ് രണ്ടും ഏറെക്കുറെ അദ്ദേഹം തത്വത്തിൽ അംഗീകരിച്ചു. ഒന്ന് കോഴിക്കോടാണ്. കോഴിക്കോട് ഭാഗത്തുള്ള ആളുകൾക്കറിയാം, കോഴിക്കോട് എയർപോർട്ടിലേക്ക് കോഴിക്കോട് ബൈപ്പാസിൽ നിന്നും പുതുതായിട്ട് NH 66 ഭാഗമായിട്ടുള്ള ബൈപ്പാസിൽ നിന്നും പോകുന്ന റോഡുണ്ട്. കോഴിക്കോട് രാമനാട്ടുകരയിൽ നിന്നും ആ റോഡ് മലപ്പുറം ജില്ലയിലേക്ക് ആണ് കിടക്കേണ്ടത്. വീതി കുറവാണ്. ദീർഘകാലത്തെ ആഗ്രഹമാണ്, നാടിന്റെ ആഗ്രഹമാണ്. അതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് നിലവിൽ ആ റോഡ് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ്, നാഷണൽ ഹൈവേ അതിന്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി. അതിന്റെ ചെലവും കാര്യങ്ങളും പരിശോധിച്ചു. അതോടൊപ്പം അവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊരു എലിവേറ്റഡ് ഹൈവേയുടെ കാര്യം കൂടി അവിടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 9.5 കിലോമീറ്ററാണ് വരുന്നത്. രാമനാട്ടുകരയിൽ നിന്നും കോഴിക്കോട് എയർപോർട്ടിലേക്ക് 9.5 കിലോമീറ്ററാണ് വരുന്നത്. അവിടെ ഇപ്പൊ ഗ്രീൻഫീൽഡ് ഹൈവേ വരുന്നുണ്ട്, അതിന്റെ ഒരു ഭാഗത്താണ്. ഇപ്പുറത്തെ ഭാഗത്ത് NH 66. പക്ഷേ ജനങ്ങൾ എയർപോർട്ടിലേക്ക് പോകണമെങ്കിൽ ഈ NH 66 ഭാഗമായുള്ള കാലിക്കറ്റ് ബൈപ്പാസിൽ നിന്നും രാമനാട്ടുകര എത്തി 2 വരിയിലൂടെ സഞ്ചരിക്കണം. അത് ഭയങ്കര ഗതാഗത കുരുക്കാണ്. അപ്പൊ അത് പരിഹരിക്കാൻ എലിവേറ്റഡ് ഹൈവേ എന്നുള്ള ഞങ്ങളുടെ ഒരു ആശയം അദ്ദേഹം അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മറ്റു കാര്യങ്ങൾ സമർപ്പിച്ച് മുന്നോട്ട് പോകാൻ ഉള്ള തീരുമാനവും ഇന്നത്തെ മീറ്റിംഗിൽ കൈക്കൊണ്ടു. ഇനി അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. അതുപോലെ തന്നെ കണ്ണൂർ എയർപോർട്ടിലേക്കും നാഷണൽ ഹൈവേയിൽ നിന്നുമുള്ള റോഡിന്റെ പ്രപ്പോസലും കണക്ടിവിറ്റിയും പൊതുവെ അംഗീകരിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. NH 66 നിന്നും കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കുള്ള ഏറ്റവും അടുത്ത ഭാഗം ഏകദേശം 31 കിലോമീറ്റർ ആണ്. ആ 31 കിലോമീറ്റർ വരുന്ന ഇപ്പോൾ നല്ല നിലയിൽ ആളുകളുള്ള കണ്ണൂർ എയർപോർട്ടിന്റെ ഭാഗവും പരിശോധിക്കാൻ ഉള്ള തീരുമാനം പൊതുവെ അംഗീകരിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചില ഇടങ്ങളിൽ NH 66 പ്രവൃത്തിയായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളുണ്ട്.
ആ വിഷയങ്ങൾ ചിലടത്ത് ചില പ്രശ്നങ്ങളുണ്ട്. അതും വളരെ പോസിറ്റീവായി എടുത്തിട്ടുണ്ട്. അത് എങ്ങനെ ചർച്ച ചെയ്ത് എങ്ങനെ പരിഹരിക്കാമെന്നുള്ള പൊതുവെ ആലോചിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ തിക്കോടിയിൽ അവിടെ കുറച്ചു കാലങ്ങളായിട്ടൊരു സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. അണ്ടർപാസുമായിട്ടാണ് ബന്ധപ്പെട്ട സമരം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ടൊരു അണ്ടർപാസ് അവിടെ വേണ്ടതിന്റെ ആവശ്യകത ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയോട് സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോട് അത് എങ്ങനെയെങ്കിലും അവിടെ ഒരു വഴി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബന്ധപ്പെട്ട ശ്രീ നിതിൻ ഗഡ്കരിയോട് പറഞ്ഞിട്ടുണ്ട്. അതും വളരെ പോസിറ്റീവായിട്ടുള്ള സമീപനം അദ്ദേഹം സ്വീകരിച്ചു. അതിൽ നിലപാടുകൾ കൈക്കൊള്ളാമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുമുണ്ട് എന്നുള്ളതും ഞാനിവിടെ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ വിഴിഞ്ഞം ഇന്റർനാഷണൽ എയർപോർട്ട്, വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട്, വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിലേക്കുള്ള അതിന്റെ ഭാഗമായിട്ടുള്ള തലക്കോട്, തിരുവനന്തപുരം തലക്കോട് നിന്നുമുള്ള ക്ലവർ ലീഫ് കണക്ഷൻ, അതിന്റെ കാര്യവും ചർച്ച ചെയ്തിട്ടുണ്ട്. അതും പൊതുവെ സ്വീകരിക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ മുന്നോട്ട് വെച്ച ഒട്ടുമിക്ക കാര്യങ്ങളും വളരെ പോസിറ്റീവായി അംഗീകരിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. പ്രപ്പോസലുകൾ നേരത്തെ നൽകിയതുണ്ട്, ഇനി നൽകാനുള്ളതുണ്ട്, അലൈൻമെന്റ് മാറ്റി നൽകേണ്ടതുണ്ട്, നിലവിൽ വർക്ക് നടക്കുന്നതിന്റെ കാര്യങ്ങളിലെ ചില പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനൊക്കെ പൊതുവെ അനുകൂല സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. സംസ്ഥാനമാണെങ്കിൽ ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തിനും മാതൃകയാക്കാവുന്ന നിലയിൽ ദേശീയപാത വികസനത്തിനും മറ്റെല്ലാ കേന്ദ്ര പദ്ധതിക്കും എല്ലാ എഫേർട്ടും എടുത്ത് എല്ലാ കോർഡിനേഷനും നടത്തി മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് പൊതുവെ യോഗത്തിൽ ബന്ധപ്പെട്ട നാഷണൽ ഹൈവേയുടെ അതോറിറ്റിയും മറ്റുള്ളവരും അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ആ നിലയിൽ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ സന്ദർശനം, ബഹുമാനപ്പെട്ട ശ്രീ നിതിൻ ഗഡ്കരിയുമായിട്ടുള്ള കൂടിക്കാഴ്ച നമ്മുടെ സംസ്ഥാനത്തിന് ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടിനൊക്കെ തന്നെ വളരെ അനുകൂലമാണ്. ഇത് കേരളത്തിന്റെ വികസനത്തിന് ഏറെ ഗുണകരമായി ഇന്നത്തെ ഈ കൂടിക്കാഴ്ച മാറിയിട്ടുണ്ട് എന്നുള്ളത് അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നാഷണൽ ഹൈവേ 66 പ്രധാന പ്രശ്നം എടുത്തു വന്നത് ഈ മണ്ണും അതിനനുബന്ധമായ സാധനങ്ങൾ കിട്ടുന്നില്ല, അതിന് അനുമതി വൈകുന്നു എന്നുള്ളതാണ്. അത് മിനിസ്റ്ററുടെയും മുഖ്യമന്ത്രിയുടെയും ശ്രദ്ധയിൽ വന്നതാണ്. അത് ഈ വകുപ്പുകളുടെ ഒരു കോർഡിനേഷൻ പ്രശ്നം അതിലുണ്ടോ? അത് പരിഹാരം ഉണ്ടാവും? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇന്നലെ ഞങ്ങളിത് 3 മണിക്കൂർ നേരെ ഇന്ന് ചർച്ച ചെയ്തു. 3 മണിക്കൂർ കേരളത്തിലെ എല്ലാ ജില്ലാ കലക്ടർമാരും, അതായത് ഈ നാഷണൽ ഹൈവേ പോകുന്ന ജില്ലയിലെ എല്ലാ ജില്ലാ കലക്ടർമാരും, ചീഫ് സെക്രട്ടറി, മറ്റ് PWD സെക്രട്ടറി, മറ്റ് പ്ലാനിംഗ് മൈനിങ് ആൻഡ് ജിയോളജിയുടെ ഡയറക്ടർ, അതുപോലെ തന്നെ വാട്ടർ റിസോഴ്സസിന്റെ ഹെഡ്, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ റീജിയണൽ ഓഫീസർ, ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും സമയമെടുത്ത് പറഞ്ഞ വിഷയങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിച്ചിട്ടുണ്ട്. അത് ഇന്നിപ്പോ പ്രത്യേകം ഞങ്ങളെടുത്ത നിലപാടിനെ പൊതുവെ അഭിനന്ദിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇപ്പൊ കുറെ പ്രശ്നങ്ങൾ അങ്ങനെ നമുക്ക് പരിഹരിച്ചു പോകാൻ പറ്റും. ഒന്നുകൂടി വേഗതയിൽ NH 66 പ്രവൃത്തി നമുക്ക് നടത്താനും പറ്റും.